Nagy esők jönnek és elindulok, elmegyek innen messze. A 67-es úton várhatsz rám dideregve. Nyári éjszakán, ha nem jövök, esik az eső és mennydörög. A csillagokkal, ha szédülök, esik az eső és nem találsz rám. നമ്മളിന്ന് പോകാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്. ലോകത്തിലെ എവിടെയും കാണാൻ പറ്റാത്ത ഒരു കാര്യമാണെന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു 140 കിലോമീറ്റർ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകണം. ഇവിടുന്ന് റോട്ടിൽ കൂടെ നമ്മൾ പോകുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മ്യൂസിക് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അത് നമ്മളിന്ന് റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ്. ആ ഒരു വീഡിയോ ആണെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത്. ഇവിടുത്തെ ഹംഗറിയിലെ ഏറ്റവും ലെങ്ത്തുള്ള പാലത്തിൽ കൂടെ നമ്മൾ പോകുന്നത്. ഒരു വലിയ താഴ്വരയാണ് ഇതിനടിയിൽ, നല്ല താഴ്ചയുള്ള. ഈ പാലം 1 കിലോമീറ്ററോളം നീളമുണ്ട്. 1 കിലോമീറ്റർ എത്തി കൂടുതൽ നീളമുണ്ട്. നമ്മളിപ്പോൾ ആ മ്യൂസിക്കൽ റോഡിലേക്ക് കയറി. പക്ഷേ ഇനി ഒരു 10 മിനിറ്റോളം നമ്മൾ യാത്ര ചെയ്താലാണ് അവിടെ ചെല്ലത്തുള്ളൂ. നമ്മളിപ്പോൾ 145 കിലോമീറ്ററോളം ബുദാപെസ്റ്റിൽ നിന്ന് പോന്നു ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു പുതിയ റോഡാണ്, അധികം നാളായില്ല ഈ റോഡ്. ഈ ഹൈവേ ഫാസ്റ്റ് ട്രാക്ക് എന്നാണ് ഇതിന് പറയുന്നത്. ഹൈവേ അല്ല, ഫാസ്റ്റ് ട്രാക്ക്. ഒരു 2 കൊല്ലം ആയുള്ളൂ ഈ ഫാസ്റ്റ് ട്രാക്ക് റോഡ് നിർമ്മിച്ചിട്ട്. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള മ്യൂസിക്കൽ റോഡ് കാണാൻ സാധിക്കും. അതിൻ്റെ വഴിയോരത്തുള്ള കാഴ്ചകൾ ഭംഗിയാണ്. ഇവിടെയുള്ള കൊയ്ത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഹാർവെസ്റ്റിങ് കഴിഞ്ഞിട്ട് അതിൻ്റെ കച്ചിയൊക്കെ ഉരുട്ടി വെച്ചിരിക്കുന്ന, നമ്മൾ അകലെ നിന്ന് കാണുമ്പോൾ വളരെ ചെറുതായിട്ടൊക്കെ തോന്നുന്നത്. പക്ഷെ ഒരാൾ മേലെ പൊക്കമുള്ളതാണ്. പിന്നെ ഒരു 100 കിലോ എങ്കിലും വരും ആ ഉരുട്ടി വെച്ചിരിക്കുന്ന കച്ചി. ഈ മ്യൂസിക്കിൻ്റെ ഒരു പാട്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ട് ഹംഗറിയിലുണ്ട്. അത് ഈ റോഡിൽ കൂടെ ചെല്ലുമ്പോൾ ഉള്ള സിറ്റിയിലുള്ള ഒരു മനുഷ്യനാണ് ആ പാട്ട് എഴുതിയതും. അത് വളരെ സ്ലാഗർ എന്നാണ് പറയുന്നത്. സ്ലാഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ ആ പുള്ളിയുടെ ഓർമ്മയ്ക്ക്, ആ പുള്ളി മരിച്ചുപോയി. റിപ്പബ്ലിക് എന്നാണ് ആ കൊയറിൻ്റെ, ആ ഗ്രൂപ്പിൻ്റെ പേര്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അതിനകത്ത് പാടിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് ഇവിടുത്തെ സിറ്റിയിൽ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഈ റോഡ് പോകുന്നത്. അപ്പോൾ ആ വ്യക്തിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ റോഡിൽ ഈ മ്യൂസിക്കൽ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആ മ്യൂസിക്കാണ്. അപ്പോൾ വളരെ വലിയ പരിശ്രമത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇതുപോലത്തെ കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. റോഡിൽ കൂടെ വണ്ടിയിൽ പോയി കഴിയുമ്പോൾ ടയർ കയറുമ്പോൾ എക്സാക്ട്ലി മ്യൂസിക് വരുന്നത്. എവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇനിയും ഒരു 5 കിലോമീറ്ററോടെയും പോകണം. എനിക്ക് മുമ്പ് ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു. 10 കിലോമീറ്റർ കാണിച്ചായിരുന്നു. അപ്പോൾ 5 കിലോമീറ്റർ നമ്മൾ പോന്നു. ഈ 5 കിലോമീറ്ററോടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ മ്യൂസിക്കിൽ കേൾക്കും. അധികം സ്പീഡിൽ നമ്മൾ പോകത്തില്ല. അപ്പോൾ എന്നാൽ അത് കുറച്ച് നന്നായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ അല്പം ഒരു 80 കിലോമീറ്റർ സ്പീഡിൽ പോകത്തുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് കേൾക്കാനായിട്ട് സാധിക്കും. വളരെ മനോഹരമാണ്. ഈ വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ടയർ ഈ പറയുന്ന അവിടെ വെള്ള നിറത്തിൽ പെയിൻറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അത് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അതിൽ കൂടെ കയറി പോകുമ്പോഴാണ് ഈ മ്യൂസിക് വരുന്നത്. അത് കൃത്യമായിട്ട് കേൾക്കാനായിട്ട് സാധിക്കും. നമുക്ക് പുറത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഫാസ്റ്റ് ട്രാക്ക് ആയതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങി നിന്ന് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് കാറിൽ നിന്ന് മാത്രമേ നമുക്കിപ്പോൾ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാണാൻ സാധിക്കുന്നത് പതുക്കെ തുടങ്ങുന്നുണ്ട് റോഡിൽ തന്നെ അതിൻ്റെ സയൻസ്, മ്യൂസിക്കൽ സയൻസ്. ഇവിടെയാണ് തുടങ്ങുന്നത്. സൂപ്പർ. അപ്പോൾ നമ്മളത് എടുത്തു. ഭംഗിയായിട്ട് കേൾക്കാനായിട്ട് സാധിച്ചു. വളരെ നന്നായിരുന്നു. നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. കാരണം ഇവിടുന്ന് നമുക്ക് തിരിയാനൊന്നും പറ്റത്തില്ല. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോരും.
അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഇന്ന് നമ്മൾ ഈ 160 കിലോമീറ്ററോളം വന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള വേറെ ചെറിയ വീഡിയോകളൊക്കെ ആയിട്ട്, മനോഹരമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ആൽവിനും ബെർവിനും സൈൻ ഔട്ട് ചെയ്യുന്നു. താങ്ക് യു.